പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ ഒരു കേക്ക് കേട്ടോ. അതും മുട്ടയും തൈരും ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തൊട്ടടുത്ത അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. അത് ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചൂടാക്കുന്നത്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ പാനിലോട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അത് ജസ്റ്റ് നമ്മുടെ പാൻ ഒന്ന് എടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതിയേ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, അതിങ്ങനെ സ്പ്ലാഷ് ചെയ്യും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിയുന്നിടം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പാത്രവും ബ്രൗൺ കളറായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ ആ ഒരു കളറ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ പഴുത്ത ഏത്തപ്പഴം എടുത്തുകൊണ്ട് ഞാൻ 1/4 കപ്പ് എടുത്തേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്താണ് നമ്മൾ പൊടിക്കുന്നത്. 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, 4 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ കുരു മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. അതിനകത്ത് എന്തെങ്കിലും ഈ പട്ടയുടെയോ ഗ്രാമ്പൂവിൻ്റെയോ ഒക്കെയോ ചെറിയ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പഞ്ചസാര പൊടിച്ച അതേ മിക്സിയിൽ ഈ കറുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, ഇതുകൊണ്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, ആ ഒരു അരിപ്പയിലൂടെ ഇതുകൂടെ ഒന്ന് അരിച്ചെടുക്കുക. അതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് അളവിൽ മാത്രമേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടി മുന്തിരി ഒന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് ഈവനായിട്ടൊന്ന് മിക്സായി വരും. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാരമലാണ്. ഇത് ഒട്ടും കട്ടിയായിട്ടില്ല, കാരണം നമ്മൾ 1/2 കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കട്ടിയാകാതെയാണ് കിട്ടിയത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ അടിച്ചെടുത്ത പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമുക്ക് 1/2 കപ്പ് അളവിൽ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ
വാനില എസൻസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് സ്പൈസസ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതൊന്ന് ഞാൻ ഇത് വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വന്നില്ല. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ബ്ലെൻഡ് ആയില്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മേളിൽ മാത്രം കേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് മൊരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേ. അപ്പോൾ ഇനി നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഒരളവിൽ ഇത് നന്നായിട്ട് മിക്സായി വരില്ല. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/4 കപ്പ്, ആദ്യം ഞാൻ 1/4 കപ്പ് അളവിലാണ് പാലൊഴിച്ച് കൊടുത്തത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പം 1/4 കപ്പ് മതിയായില്ല, ഞാനൊരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിക്കായിട്ടുള്ള ബാറ്ററല്ലേ, സാധാ കേക്കിൻ്റെ ബാറ്റർ കൂട്ടല്ല, ഇതൊരു ഇച്ചിരി തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, മൈദയൊക്കെ കോട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, പക്ഷേ മുന്തിരി ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ബേക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ മുന്തിരിയെല്ലാം ഭയങ്കര ഹീറ്റായിട്ട് അതൊന്ന് കരിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ മുന്തിരി ഇട്ട് കൊടുക്കണ്ട, പിന്നെ അണ്ടിപ്പരിപ്പിടാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി ടൈം സെറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രി തന്നെ ഒരു 40 മിനിറ്റ്സാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത ടൈം കേട്ടോ. അപ്പോൾ 40 മിനിറ്റ്സ് തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബനാന വെച്ചിട്ടുള്ള ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയും തൈരും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.